നമസ്കാരം. ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്. കൂടെ എൻ്റെ അമ്മയുമുണ്ട്. കരുനാഗപ്പള്ളി പനയന്നാർക്കാവ് ദേവീക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം. ഞാനവിടെ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി അവിടെ റെഡിയായി കിടപ്പുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ അതിലേക്ക് വന്ന് കയറുന്നുണ്ട്. അവരിലൊരാളായി ഞങ്ങളും കയറിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഇവിടുന്ന് ഏകദേശം 19 കിലോമീറ്റർ ഉണ്ട് ക്ഷേത്രത്തിലേക്ക്. പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്നത് വഴിയോര കച്ചവടക്കാരും മറ്റ് കടകളുമൊക്കെ തുറന്നിട്ടുണ്ട്. ഓട്ടോ സ്റ്റാൻഡുകളിൽ ഓട്ടോകളൊക്കെ പതുക്കെ വന്ന് നിരന്ന് തുടങ്ങി. പക്ഷേ എങ്കിലും നഗരം സജീവമായിട്ടില്ല. പതുക്കെ ആളുകളെല്ലാം നിരത്തിലേക്ക് ഇറങ്ങുന്നതേ ഉള്ളൂ. റോഡിലൊന്നും അധികം വണ്ടികളായിട്ടില്ല. അത് കുറച്ചുകൂടി കഴിയും. ഒരു 10 മണി 11 മണിയോടടുപ്പിച്ചേ പൂർണ്ണമായിട്ടും ഇവിടെ ട്രാഫിക്കുകളും ഒരുപാട് വണ്ടികളും വന്ന് നിറയുകയുള്ളൂ ഈ റോഡൊക്കെ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. അതിമനോഹരമായൊരു ക്ഷേത്രം. എല്ലാവരും വന്നിട്ടില്ല. ആളുകളെല്ലാം പതുക്കെ വന്ന് തുടങ്ങുന്നതേയുള്ളൂ. ഇതാണ് കതിർമണ്ഡപം. വളരെ മനോഹരമായി തന്നെ കതിർമണ്ഡപം അവർ ഒരുക്കിയിട്ടുണ്ട്. നാദസ്വര കച്ചേരി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാൻ ക്ഷേത്രം മുഴുവനൊന്ന് ചുറ്റിക്കറങ്ങി കാണാൻ തീരുമാനിച്ചു. കരുനാഗപ്പള്ളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഏറ്റവും പുരാതനവും ശക്തിയേറിയതുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പനയന്നാർക്കാവ് ദേവീക്ഷേത്രം. ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. വരിക്കപ്ലാവിൽ തീർത്ത മനോഹരമായ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. കൂടാതെ മഹാദേവന്റെ സാന്നിധ്യവുമുണ്ട്. ഏകദേശം 1000 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഐതിഹ്യമാലയിൽ വരെ ഈ ക്ഷേത്രത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയൊരു കാവും ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായുണ്ട്. പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നിക്കുന്ന ഒരിടം. ഞാൻ അമ്പലമെല്ലാം കണ്ടു കഴിഞ്ഞു വന്നപ്പോഴേക്കും വരനെ സ്വീകരിക്കുന്ന ചടങ്ങിനുള്ള സമയമായിരുന്നു. നാരങ്ങയും ബൊക്കയും മാലയുമൊക്കെയായി വരനെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. വരനെ കതിർമണ്ഡപത്തിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങിന് സമയമായി. വരനെ സ്വീകരിച്ച് കതിർമണ്ഡപത്തിലേക്ക് എത്തിച്ചു. അധികം വൈകാതെ തന്നെ താലപ്പൊലിയുടെ അകമ്പടിയോടെ വധുവും കതിർമണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെട്ടു. അങ്ങനെ ആ ശുഭമുഹൂർത്തമായി. മുതിർന്നവരുടെ അനുഗ്രഹത്തോടെ പവിത്രമായ ആ താലികെട്ട് ചടങ്ങ് മംഗളമായി നടന്നു. മംഗല്യപ്പന്തലിലെ മന്ത്രോച്ചാരണങ്ങൾക്കും ആശംസകൾക്കും ശേഷം ഇനി മനസ്സ് നിറയുന്ന മറ്റൊരു ചടങ്ങിലേക്കാണ്. ഒരു മലയാളി കല്യാണത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത് അവിടുത്തെ ഇലയിട്ട സദ്യയിലാണല്ലോ. തുമ്പപ്പൂ നിറമുള്ള ചോറും അതിലേക്ക് ഒഴുകിയെത്തുന്ന നെയ്യും പരിപ്പും, വശങ്ങളിൽ അണിനിരക്കുന്ന അവിയലും തോരനും കാളനും, അങ്ങനെ ഓരോ വിഭവത്തിനും പറയാനുണ്ടാകും രുചിയുടെ 100 കഥകൾ. എരിയും പുളിയും മധുരവും പാകത്തിന് ചേർത്തൊരുക്കിയ ഈ വിഭവസമൃദ്ധമായ സദ്യ വെറും ഒരു ഭക്ഷണമല്ല, അതൊരു വികാരമാണ്. തിരികെയുള്ള മടക്കയാത്രയാണ്. ഇന്ന് വിവാഹിതരായ ആദിത്യൻ എസ് പിള്ളയ്ക്കും ശ്രുതി സിജുവിനും ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ടാണ് ഈ മടക്കയാത്ര.